നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി മുരളീകൃഷ്ണൻ വി. മുരളീകൃഷ്ണൻ്റെ നാള് വന്നിട്ട് വിശാഖം. ചെറിയൊരു ദോഷം ജാതകത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വയസ്സ് വന്നിട്ട് 31. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, MBA അമൃത സ്കൂൾ ഓഫ് ബിസിനസ് എന്നാണ് MBA. ഇദ്ദേഹത്തിൻ്റെ ഹൈറ്റ് വന്നിട്ട് 177, വെയ്റ്റ് വന്നിട്ട് 82 kg. അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇവരിപ്പോൾ കോയമ്പത്തൂരാണ് പാരൻസ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. മുരളീകൃഷ്ണൻ ജോലി ചെയ്യുന്നത് HDFC ബാങ്കിൽ സീനിയർ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ചെന്നൈയിൽ. ലൊക്കേഷൻ ചെന്നൈ. ഒരു എൽഡർ സിസ്റ്റർ ആയുർവേദ ഡോക്ടറാണ്. അവർ മർച്ചൻ്റ് നേവി ചീഫ് എഞ്ചിനീയറെ മാരേജ് ചെയ്തിരിക്കുന്നു. അവർ വെൽ സെറ്റിൽഡ് ഫാമിലിയാണ്. അച്ഛൻ അമ്മ കോയമ്പത്തൂർ സെറ്റിൽഡാണ്. അച്ഛൻ ഒരു ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അമ്മ ഹൗസ് വൈഫാണ്. അമ്മ ക്ലാസിക്കൽ മ്യൂസിക് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരു അമ്മയാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റുമാണ് അമ്മയും. ഇപ്പോൾ റിസൈഡ് ചെയ്യുന്ന പ്രസൻ്റ്ലി അവർ കോയമ്പത്തൂരാണ് താമസിക്കുന്നത്. നല്ലൊരു ഫാമിലിയാണ്. അവർ പട്ടാമ്പിയാണ് ഒരാളുടെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ആ ഏജ് സ്യൂട്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുരളീകൃഷ്ണനെ കൺസിഡർ ചെയ്യാം. ജോബ് ലൊക്കേഷൻ ചെന്നൈയാണ്. അവർ ഇപ്പോൾ പ്രസൻ്റ്ലി താമസിക്കുന്നത് കോയമ്പത്തൂരാണ്. ഞാൻ മുരളീകൃഷ്ണനെക്കുറിച്ച് ഒരിക്കൽ കൂടെ ഞാൻ പറയാം. മുരളീകൃഷ്ണൻ വി. അദ്ദേഹം 31 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. സീനിയർ മാനേജറായിട്ട് HDFC ബാങ്ക് ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, MBA അമൃത സ്കൂൾ ഓഫ് ബിസിനസ്. ഒരു എൽഡർ സിസ്റ്റർ, അവർ ആയുർവേദ ഡോക്ടറാണ്. മർച്ചൻ്റ് നേവി ഉദ്യോഗസ്ഥനെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അവർ മാരീഡ് ആൻഡ് സെറ്റിൽഡ്, നല്ല ഇതായിട്ട് സെറ്റിലായിരിക്കുന്നു. ഈ കുട്ടിയുടെ ഹൈറ്റ് വന്നിട്ട് 177 സെൻറ്റിമീറ്റർ, 82 kg വെയ്റ്റ്. ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ആർക്കെങ്കിലും പെൺകുട്ടികൾ ചെന്നൈ, കോയമ്പത്തൂർ ഒക്കെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെന്നൈയിലോട്ട് ട്രാൻസ്ഫർ വാങ്ങിക്കാൻ പറ്റാവുന്ന അങ്ങനെയൊക്കെയുള്ള കുട്ടികളുടെ പാരൻസിന് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന 1-2 കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ ആളുകൾ കേൾക്കുന്നുണ്ടാകാം, കാണുന്നുണ്ടാകാം എൻ്റെ വീഡിയോ. പലരും വിവാഹ കമ്പോളം അല്ലെങ്കിൽ വിവാഹ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ പല തരത്തിലുള്ള സംശയങ്ങളും അവർക്ക് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം ചെയ്യേണ്ട കാര്യം കുട്ടികളും പാരൻസുമായിട്ട് നന്നായിട്ട് സംസാരിക്കുക. നല്ലൊരു ഡിസ്കഷൻ. എന്താണ് ഈ ഡിസ്കഷനിൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൺകുട്ടിക്കാണ് വേണ്ടി പെൺകുട്ടിയെ നോക്കുന്നെങ്കിൽ ആ പെൺകുട്ടിക്ക് എത്ര ഹൈറ്റ് വേണം, ഒരു അപ്രോക്സിമേറ്റ്. അതുകൊണ്ട് എക്സാക്റ്റ് ഇങ്ങനെ പറയാനൊന്നും പറ്റില്ല, ബട്ട് ഒരു അപ്രോക്സിമേറ്റ് ഹൈറ്റ്. അവരുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, അവർക്ക് ജോലി വേണോ വേണ്ടേ, അഥവാ ജോലി ഉണ്ടെങ്കിൽ ഏത് ലൊക്കേഷനായിരിക്കണം, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കണം രക്ഷിതാക്കൾ. ഇവിടെ എന്താ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ, രക്ഷിതാക്കൾ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ട് നടക്കും.
പക്ഷെ മക്കൾ വേറെ കാര്യങ്ങളാവും അവർക്ക് താല്പര്യം. രക്ഷിതാക്കൾ ബിടെക്കാരെ നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ മക്കൾ പറയും ചിലപ്പോൾ എനിക്ക് BA മതി, അല്ലെങ്കിൽ MCOM മതി. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ആ നേരിടുന്നത്. അങ്ങനെയൊന്ന് ചെയ്യാൻ ശ്രമിക്കണം, നന്നായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് മതി മറ്റുള്ള പാരൻസുമായിട്ട് സംസാരിക്കൽ. അടുത്തത്, നമ്മളുടെ കുടുംബക്ഷേത്രം, പ്രത്യേകിച്ചും നമ്മളുടെ നായർ സമുദായത്തിലാണെങ്കിൽ നമ്മളുടെ അമ്മ വീട്ടിലെ അല്ലെങ്കിൽ അമ്മയുടെ തറവാട്ടിലെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ എന്നൊക്കെ ഒറ്റപ്പാലത്ത് പറയും. ധർമ്മദൈവങ്ങളാണ് കുറച്ചും കൂടി കറക്റ്റായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ധർമ്മദൈവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ കുടുംബത്തിലുള്ള ആളുകൾ മാത്രം പോയി തൊഴുകുന്ന അമ്പലം. അത് ചിലപ്പോൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും പൂജ, ചിലപ്പോൾ 6 മാസമാവും, ചിലപ്പോൾ മാസത്തിൽ ഒരു വട്ടമായിരിക്കും, ചിലതിക്കൊള്ളു ദിവസേനയും ഉണ്ട്. പക്ഷെ അത് നമ്മുടെ കുടുംബക്ഷേത്രമാണെങ്കിൽ വളരെ നന്നായി. കുടുംബക്ഷേത്രം പറഞ്ഞാൽ ഞാൻ പറയുന്ന ധർമ്മദൈവമാണെങ്കിൽ വളരെ നന്നായി. നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ മാത്രം പോകുന്നു വരുന്നു. അവിടെ മിക്കവാറും ഭുവനേശ്വരി അല്ലെങ്കിൽ ലോകപരമേശ്വരി അല്ലെങ്കിൽ മച്ചിൽ വെച്ചിട്ടുള്ള ദൈവം ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. അതൊക്കെ എന്തോ ആയിക്കോട്ടെ, ഒരു മിക്കവാറും അത് ദേവീ സങ്കല്പമായിരിക്കും അവിടെ. മിക്കവാറും 100% ഒന്നും പറയാൻ പറ്റില്ല, മിക്കവാറും ദേവീ സങ്കല്പമായിരിക്കും. അതിൻ്റെ തൊട്ടടുത്തായിട്ടായിരിക്കും മിക്കവാറും നമ്മളുടെ ഇപ്പോൾ ഈ ഒറ്റപ്പാലത്തൊക്കെ പറയുന്നൊരു വാക്കെന്ന് പറഞ്ഞാൽ വെളുത്തങ്കാവ് അല്ലെങ്കിൽ നാഗങ്ങൾ, പാമ്പങ്കാവ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ 1 രൂപ ഒഴിഞ്ഞു വെക്കുക. എപ്പോൾ കല്യാണം ശരിയാകുന്നോ അല്ലെങ്കിൽ കല്യാണം കഴിയുന്നോ അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിയുന്നോ ഏകദേശം ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈസ, ഒഴിഞ്ഞു വെച്ച പൈസ, ആ ഏത് അമ്പലത്തിലേക്കാണോ പ്രാർത്ഥിച്ചു വെച്ചിരിക്കണമെന്ന് വെച്ചാൽ അവിടുത്തെ നടക്കിൽ കൊണ്ടുപോയി വെക്കുക. ഒരു 50 രൂപ ദക്ഷിണ കൊടുക്കണമെങ്കിൽ 51 ആക്കി കൊടുക്കുക, 100 ആച്ച 101 ആക്കി കൊടുക്കുക, 500 ആച്ച 501 ആക്കി കൊടുക്കുക.